ഹായ് ഓൾ, വെൽക്കം ടു വൺസ് സെമസ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 3 ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിംഗ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക് വരുന്നത് ലോഡ് ബിയറിംഗ് ആൻഡ് നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. ഇപ്പോൾ സബ്ജക്ട് കോഡ് GCEST 104 സബ്ജക്റ്റിന് വരുന്നത് 4 ക്രെഡിറ്റ്സും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലോഡ് ബിയറിംഗ് ആൻഡ് നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു നമ്മുടെ സിലബസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലോഡ് ബിയറിംഗ് ആൻഡ് നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്താണ്, നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്താണെന്ന് അപ്പോൾ നമുക്ക് ആ പേര് കേട്ടാൽ തന്നെ അറിയാം. ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലോഡ് എടുക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചർ ലോഡ് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമ്മുടെ വീടുകളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എന്താ, മുകളിൽ നിന്ന് വരുന്ന, അതായത് നമ്മുടെ ആ ഒരു റൂഫിൽ നിന്ന് വരുന്ന ലോഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വാൾസ് ആയിരിക്കും. അപ്പോൾ ആ വാൾസ് ആണ് ആ മുകളിൽ നിന്ന് വരുന്ന ലോഡും കാര്യങ്ങളൊക്കെ ഫൗണ്ടേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു റൂഫിൽ നിന്ന് വരുന്ന ലോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വാൾസ് വഴിയാണ്, ഇപ്പൊ എല്ലാ വാൾസ് വഴിയാണ് താഴെ ഫൗണ്ടേഷനിൽ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു വാളിന് നമ്മൾ പറയുന്ന പേരാണ് ലോഡ് ബിയറിംഗ് വാൾ അല്ലെങ്കിൽ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വാളാണ് ലോഡ്സ് എല്ലാം എടുത്തിട്ട് താഴെ നമ്മുടെ ഫൗണ്ടേഷനിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ ഈസ് വൺ ഇൻ വിച്ച് ദി വാൾസ് ദെംസെൽവ്സ് ബിയർ ദി സ്ട്രക്ചറൽ ലോഡ്സ് ഇൻക്ലൂഡിംഗ് ദി വെയിറ്റ് ഓഫ് ദി റൂഫ്, അപ്പർ ഫ്ലോർസ്, ലൈവ് ലോഡ്, ഡെഡ് ലോഡ്. അപ്പൊ ആ ഒരു ബിൽഡിംഗിൽ വരുന്ന എല്ലാ ടൈപ്പ് ലോഡുകളും, ഏതൊക്കെയാണ് ലോഡ് വരുന്നത്, സ്ട്രക്ചറൽ ലോഡ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ബിൽഡിംഗിൽ വരുന്ന ആ റൂഫിന്റെ ലോഡ്, റൂഫിൽ നിന്ന് വരുന്ന ആ ലോഡ്, പിന്നെ അതേപോലെ തന്നെ അപ്പർ ഫ്ലോറിലെ, ഇപ്പൊ ഈ മുകളിൽ വരുന്ന ഈ ഒരു ഫ്ലോറിന്റെ ലോഡുകൾ ഉണ്ടായിരിക്കും, ആ ഫ്ലോറിൽ വരുന്ന ലോഡുകൾ. ഇനി അതേപോലെ തന്നെ ലൈവ് ആൻഡ് ഡെഡ് ലോഡ്. ഇപ്പൊ ലൈവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മൾ ഒക്യുപ്പൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുമ്പോൾ വരുന്ന ലോഡ്സ് ആണ് നമ്മൾ ലൈവ് ലോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓൾറെഡി ആ ഒരു കോൺക്രീറ്റിന്റെ ആ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു സ്ട്രക്ചറിന് വെയിറ്റ് ഉണ്ടായിരിക്കും, അതിനെയാണ് അതിന്റെ ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബിൽഡിംഗ് നമ്മൾ പണിയുമ്പോൾ എന്താ, കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടാണ് ബിൽഡിംഗ് പണിയുന്നത്, ആ കോൺക്രീറ്റിന് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കില്ല, ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ലോഡുകളൊക്കെ എടുക്കുന്നത് ആരാ, ആ ലോഡ് ബിയറിംഗ് വാളാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാൾസ് ക്യാരി ദി ലോഡ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ദി ഫൗണ്ടേഷൻ. വാളാണ് ആ ലോഡ്സ് എല്ലാം എടുത്തിട്ട് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിന്റെ താഴെയുള്ള സബ്സ്ട്രക്ചർ. അപ്പൊ ആ ഒരു ലോഡും കാര്യങ്ങളൊക്കെ വാൾസ് ആണ് സബ്സ്ട്രക്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, നോ നീഡ് ഫോർ ദി സെപ്പറേറ്റ് കോളംസ് ഓർ ബീംസ്. അപ്പൊ ബീമും കോളമൊന്നും സെപ്പറേറ്റ് കൊടുക്കേണ്ട, കാരണം നമ്മൾ ലോഡ് ബിയറിംഗ് വാളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ആ വാളാണ് ആ ലോഡ് മൊത്തം താഴോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നമ്മളിതൊരു ബ്രിക്ക് മേസൺറിയിൽ അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറിയിലൊക്കെയാണ് ഈ ഒരു ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ ലോ റൈസ് ബിൽഡിംഗ്സിൽ ഒരു 1 to മാക്സിമം ഒരു 3 സ്റ്റോറി വരെയുള്ള ബിൽഡിംഗിലാണ് നമ്മളിങ്ങനെ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് പണിയാറുള്ളൂ. അപ്പൊ അതിൽ കൂടുതലാവുമ്പോഴാണ് നമ്മൾ നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സാധാരണ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളൊക്കെ, നമ്മൾ സാധാരണ നോർമൽ ആയിട്ട് പണിയുന്ന വീടുകൾ, ട്രഡീഷണൽ ഹൗസസ്, ഓൾഡ് മേസൺറി ബിൽഡിങ്സ്, റൂറൽ ബിൽഡിങ്സ്. അതായത് മേസൺറി മാത്രം, ഇപ്പൊ ബ്രിക്ക് മേസൺറി മാത്രം അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ബ്രിക്ക് അടക്കിടക്കി വെക്കുന്നതിനെയാണ് നമ്മൾ ബ്രിക്ക് മേസൺറി എന്ന് പറയുന്നത്. സ്റ്റോൺ ആണ് നമ്മൾ അടക്കിടക്കി വെച്ച് കൺസ്ട്രക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ മേസൺറി എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ബ്രിക്ക് മേസൺറി, സ്റ്റോൺ മേസൺറി അത് മാത്രം വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൗസുകളാണ് നമ്മൾ ലോഡ് ബിയറിംഗ് വാൾ മീൻസ് ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവും ആണ്, സിമ്പിൾ ആണ്. ചെറിയ ബിൽഡിംഗ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീമും കോളംസും ഒക്കെ ഇടുമ്പോൾ നമുക്ക് കുറേ കൂടെ പൈസ കൂടുതലായിട്ട് വരും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ അതേപോലെ ഗുഡ് തെർമൽ ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ ഉണ്ട്. നമ്മുടെ ലോഡ് ബിയറിംഗ് വാൾ ആയതുകൊണ്ട് എന്താ, അത്യാവശ്യം തിക്നെസ്സിലാണ് നമ്മളിത് പണിയുന്നത്. അപ്പൊ അത് കാരണം ഗുഡ് സൗണ്ട് ഇൻസുലേഷൻ, അധികം സൗണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അതേപോലെ തന്നെ അധികം ചൂടും വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ നമ്മൾ അലോ ചെയ്യുന്നില്ല. അപ്പോൾ ഗുഡ് തെർമൽ ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പൊ ഇൻസുലേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം തിക്കനായിട്ടുള്ള വാളാണ് നമ്മൾ പണിയുന്നത്. അപ്പൊ അങ്ങനെ തിക്നെസ് ഉള്ള വാൾ പണിയുമ്പോൾ എന്താ, ആ ഒരു വാളിന്റെ വെയിറ്റ് കൂടുതലായിരിക്കും, ഹെവിയർ സ്ട്രക്ചർ ആയിരിക്കും. ഒപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ബീംസും കോളമൊക്കെ ആയിട്ടുള്ള ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിലാണ് പണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് കൂടുതൽ ഫ്ലോസ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ ആണ് പണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി ആ ഒരു ബിൽഡിങ്ങിന്റെ വെയിറ്റ് ബിയർ ചെയ്യുന്ന വിധത്തിലാണ് ആ ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെയും ഇതിൽ മുകളിലേക്ക് സ്റ്റോറി പണിയുമ്പോൾ എന്താ, ആ വെയിറ്റ് ആ ഒരു വാളിന് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്നുള്ളൊരു മോഡിഫിക്കേഷനും പുതിയ ഫ്ലോസ് ആഡ് ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും.
ആയിരിക്കും. നെക്സ്റ്റ് മോർ മെറ്റീരിയൽ യൂസേജ്. ഇപ്പൊ തിക്കർ വോളാണ്, ഇപ്പൊ തിക്കർ വോൾ ആയതുകൊണ്ട് എന്താ കൂടുതൽ മെറ്റീരിയൽ ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ്. നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിൽ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പൊ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ബീംസും കോളംസും സ്ലാബ്സും ഒക്കെ ആയിട്ടുള്ള ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് റോഡിൽ കൂടെ പോകുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രെയിംഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ്. ഈ സ്ട്രക്ചേഴ്സിൽ എന്ന് പറയുമ്പോൾ എന്താ, ഇതിന്റെ ഉള്ളിൽ ലോഡ് എടുക്കുന്നത് വാൾസ് അല്ല. ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സിൽ ആരായിരുന്നു ലോഡ് എടുത്തത്? വാൾസ് ആയിരുന്നു ലോഡ് എടുത്തത്. മുകളിൽ നിന്ന് വരുന്ന നമ്മുടെ ഇപ്പോൾ വിൻഡ് ലോഡോ ലൈവ് ലോഡോ ഡെഡ് ലോഡോ എല്ലാം എടുക്കുന്നത് വാൾസ് ആണ്. വാൾസ് ആണ് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് താഴെ ഫൗണ്ടേഷനിലേക്ക് കൊടുത്തിരുന്നത്. ഇതിലെന്താ നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ബീംസും കോളംസും സ്ലാബ്സും ഉണ്ട്. അപ്പൊ ഇവരാണ് ലോഡ് എടുത്തിട്ട് ഫൗണ്ടേഷനിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് സ്ലാബ്. സ്ലാബ് ഇവിടെ ഉണ്ട്, ഇവിടെ ബീംസും കാര്യങ്ങളുണ്ട്, കോളംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് കോളംസ് സ്ലാബിൽ നിന്ന് വരുന്ന ലോഡ് ബീംസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ബീംസ് ആ ലോഡൊക്കെ കോളത്തിലേക്ക് കൊടുത്ത് പിന്നെയാണ് ഡയറക്റ്റ് കോളം ആ ലോഡ്സ് താഴെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ലോഡ് എടുക്കുന്നത് ഈ ബീംസും കോളംസും അതേപോലെ തന്നെ ആ സ്ലാബ്സ് ഒക്കെയാണ് ആ ലോഡ്സ് എടുക്കുന്നത്. ഇപ്പൊ നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലോഡ് ഈസ് ക്യാരിഡ് ബൈ ദി ഫ്രെയിം. ഫ്രെയിം ആണ് ലോഡ്സ് ക്യാരി ചെയ്യുന്നത്. ഫ്രെയിം എന്ന് പറയുന്നത് എന്താ, ബീംസ് കോളംസ് സ്ലാബ്സ് ഇതൊക്കെ കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പൊ അവരാണ് ലോഡ് എടുക്കുന്നത്. നമ്മുടെ വാൾ എന്താ, വാൾ അവിടെ ജസ്റ്റ് ഒരു പാർട്ടീഷൻ പോലെ ആക്ട് ചെയ്യുന്നേ ഉള്ളൂ. വാളിന് ലോഡ് എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഓൾറെഡി വരുന്ന ലോഡ് ബീംസ് എടുത്ത് സ്ലാബിൽ നിന്ന് വരുന്നത് ബീംസ് എടുക്കുന്നു, ബീംസ് അത് കോളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ദെൻ അത് ഫൗണ്ടേഷനിലേക്ക് പോകുന്നു. അപ്പൊ ഈ വാൾസ് എന്താ, ഇവരിങ്ങനെ ഒരു പാർട്ടീഷൻ വാളിന്റെ മാത്രം ഒരു പർപ്പസിൽ ജസ്റ്റ് ഒരു ഡമ്മി പോലെ ഒരു പാർട്ടീഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം അവിടെ ആക്ട് ചെയ്യാണ്. അപ്പൊ അത്രയും സ്ട്രെങ്ത് ഉള്ള വാൾ പണിയണമെന്നില്ല. കാരണം നമ്മൾ ബീംസും കോളവും ഒക്കെ ഡിസൈൻ ചെയ്ത് ലോഡ് എടുക്കുന്ന വിധത്തിൽ പണിയാം. ജസ്റ്റ് ഇതൊരു പാർട്ടീഷൻ മാത്രമായിട്ട് നമുക്ക് റൂംസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാൾസ് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലോഡ് ഈസ് സപ്പോർട്ടഡ് ബൈ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്രെയിം. ലോഡ് സപ്പോർട്ട് ചെയ്യുന്നത് വാൾസ് അല്ല, സപ്പോർട്ട് ചെയ്യുന്നത് ആരാ, ബീംസ് കോളംസ് സ്ലാബ്. ഇനി വാൾസ് ആർ മെയ്ഡ് ഓഫ് ബ്രിക്സ് ബ്ലോക്സ് ബട്ട് ഡു നോട്ട് ക്യാരി ലോഡ്. അപ്പൊ നമുക്ക് അത്രയും സ്ട്രെങ്ത്തിൽ വാൾസ് പണിയണമെന്നില്ല. അപ്പൊ അത് ബ്രിക്സ് കൊണ്ടോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബ്ലോക്സ് കൊണ്ടോ, ഇപ്പോൾ AIC ബ്ലോക്കോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കോൺക്രീറ്റിന്റെ ഹോളോ ബ്രിക്സ് കട്ടയോ അതൊക്കെ വെച്ച് കെട്ടിയാൽ മതി. അത്രയും ലോഡ് എടുക്കണം എന്നില്ല. നെക്സ്റ്റ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്സിൽ ഇത് സ്യൂട്ടബിൾ ആണ്. അപ്പൊ നമുക്ക് എത്ര സ്റ്റോറി വേണമെങ്കിലും ഇത് വെച്ച് പണിയാം. കാരണം അത് അത്യാവശ്യം ലോഡ് എടുക്കുന്ന സ്ട്രക്ചർ ആണ്. ഇപ്പൊ ലോഡ് എടുക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബീംസും കോളംസും ആണ് ഇതിലെ മെയിൻ ലോഡുകൾ ക്യാരി ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ഇപ്പൊ നമ്മൾ മോഡേൺ ആയിട്ട് കാണുന്ന എല്ലാ അപ്പാർട്ട്മെന്റ്സ്, കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകൾ, ഹൈ റൈസ് ബിൽഡിങ്സ്, ഇപ്പൊ ഇതൊക്കെ കോമൺ ആയിട്ട് നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അതായത് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഇപ്പൊ ലോഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്, ബീംസ് കോളംസ് സ്ലാബ്സ് ആണ് ലോഡ് ക്യാരി ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഇപ്പൊ നമ്മൾ മറ്റേ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ, നമുക്കിത് ഈസിലി ഇതിനെ മോഡിഫൈ ചെയ്യാം. കാരണം ഇത് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണ്, ഈസിലി അതിനെ മോഡിഫൈ ചെയ്യാം. നമുക്ക് ഫ്ലോർസ് കൊടുക്കാൻ എളുപ്പമാണ്. അപ്പൊ റീമോഡലിംഗ് ഫ്ലെക്സിബിൾ ഡിസൈൻ ആണ്, ഈസിലി റീമോഡലിംഗ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ തിൻ സെക്ഷൻസ് ആയിരിക്കും. മറ്റേതിൽ തിക്കൻഡ് ആയിട്ടുള്ള വോൾസ് ആണ് യൂസ് ചെയ്തത്. കാരണം ആ വോൾസ് വേണം ഇതിലത്തെ വരുന്ന എല്ലാ ലോഡിനും ബിയർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, കുറച്ചും കൂടെ തിൻ ആയിട്ടുള്ള സർഫസ് മീൻസ് വോൾസ് ആയിരിക്കും. അപ്പൊ ലൈറ്റർ സ്ട്രക്ചർ ആണ് ഇത്, തിന്നർ പാർട്ടീഷൻ വോൾസ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്ലോർസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിലി നമുക്ക് ഫ്ലോർസ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം അത് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഇപ്പൊ കോളംസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരിക്കും. ടോപ്പിലൊക്കെ ബിൽഡിങ്സിന്റെ കാണാം, ടോപ്പിലൊക്കെ ഇങ്ങനെ കോളംസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒരു സ്റ്റോറിയോ 2 സ്റ്റോറിയോ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫൗണ്ടേഷൻ അത്യാവശ്യം ക്യാപ്പബിൾ ആയിട്ടുള്ള അത്യാവശ്യം ലോഡ് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് എക്സ്ട്രാ ഫ്ലോസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താ, കമ്പാരിറ്റീവ്ലി ഇത് കോസ്റ്റ്ലി ആണ്. കാരണം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താ, റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണ്. അപ്പൊ കമ്പിയൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മറ്റെന്തായിരുന്നു, ലോഡ് ബിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കട്ട വെച്ച് കട്ടായിരുന്നു. അപ്പൊ അതിൽ ബ്രിക്ക് മേസൺറി അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറി ഒക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ബിൽഡിംഗ് പണിതിരുന്നത്. ഇവിടെ ആകുമ്പോൾ എന്താ, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബീംസും കോളംസും സ്ലാബ്സും എല്ലാം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ്. ഒപ്പം തന്നെ എന്താ, സ്കിൽഡ് ലേബർ, ഇതിനെ പറ്റിയിട്ട് ഡിസൈൻ ചെയ്യാനുള്ള അറിവുള്ള ആളെ വേണം ഇത് പണിയാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചും കൂടെ കോസ്റ്റ്ലിയും ആണ്, സ്കിൽഡ് ലേബറും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ
ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്താണെന്നും നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്താണെന്നാണ്. ഇപ്പോൾ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ വീടും ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസും കാര്യങ്ങളൊക്കെ ലോഡ് ബിയറിംഗ് ആണ്. ഇപ്പോൾ വാൾസ് ആണ് ലോഡ് എടുക്കുന്നത്. നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്, ഇപ്പോൾ ഹൈ റൈസ് ബിൽഡിങ്ങിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ ആണ്. അപ്പോൾ അതിൽ ലോഡ് എടുക്കുന്നത് ആരാ? ബീംസും കോളംസും സ്ലാബ്സും ഒക്കെയാണ് ലോഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.